മോനെന്താ ചെയ്തേ? വന്ന് നോക്കിയപ്പോ ഒച്ച വിളിച്ച് അപ്പൊ സന്ധ്യമ്മ കേട്ട് ആ പടി എടുത്ത് ഇവിടെ എത്തിച്ചു. ഉറക്കാട്ടത്തിയപ്പോ കുഞ്ഞൊരു ചെറിയ അസ്വസ്ഥതയൊക്കെ കാണിച്ചെങ്കിലും എത്രയും പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തുകയും ഇത് അറിയുന്നവരെയും നേരിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നവരെയും ഭയങ്കര ടെൻഷൻ അവസ്ഥയിലായിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഡോക്ടർ ബാബൻ എന്താ പറഞ്ഞു? വെള്ളം കുടിച്ചോ അതെല്ലാം ചോദിച്ചു. ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത കാർത്തികപ്പള്ളി താലൂക്കിലെ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലെ ഒരു വലിയ സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. വീണ സംഭവമാണ്. 4 മണിക്ക് അത് UKG പഠിക്കുന്ന കുട്ടിയാണ്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അതിൻ്റെ സഹോദരത്തിലാണ് ചില വിവരങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നതിനാണ് വന്നിട്ടുള്ളത്. പിന്നെ അന്യനുമായിട്ട് ആണോ കിണറിന്റെ അവിടെ കൂടെ പോകുന്നത്? മുളകായിട്ടാണോ പോകുന്നത്? അപ്പൊ എന്താ സംഭവം? എന്തായിരുന്നത്? അവൻ സ്കൂൾ വിട്ട് വന്നപ്പോ എന്നെ നോക്കിക്കൊണ്ട് ഓടിയതാ അല്ലേ? അല്ല, കിണറെ തട്ടി. കിണറിന്റെ അതേ തന്നെ തട്ടി അല്ലേ? ഇറങ്ങിയ തട്ടിയിട്ട് വീടുമായിരുന്നു അല്ലേ? അപ്പൊ മോളെന്ത് ചെയ്ത? ഞാൻ ഉണ്ടാക്കി വെച്ച് അന്നേരം വീട്ടിലെ ആന്റി വന്ന് എടുത്തല്ലേ? ഏതാ മുട്ടായി? ഏതാ ഇഷ്ടം? ഏതാ ഇഷ്ടം? ആണ് മോനെ. അന്ന് എന്തായിരുന്നു കിണറ്റിൽ വീടെന്നൊക്കെ പറയാം. എന്താ സംഭവം? എന്തായിരുന്നു? കിണറ്റിൽ വീണല്ലേ? ആരാ കിണറ്റിൽ വീണേ? എന്തായിരുന്നു? ആണോ? തലയും കുത്തി വീണോ? എന്നിട്ട് ഈ കിണറ്റിലാണ് ഭഗത്ത് വീണത്. അതായത് ഭഗത്തിൻ്റെ വീട് ആ കാണുന്നതാണ്. സഹോദരിയുമായി ഇതുവഴി വരുമ്പോൾ ഈ ചിറ്റപ്പൻ്റെ വീട്, അതായത് പ്രമീഷ് മെമ്പറുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ കുട്ടി ഇതിലേക്ക് വീണത്. ഇതിന് നല്ല ആഴമുള്ളൊരു കിണറാണ്. ഏതാണ്ട് 6 അടി താഴ്ചയിൽ വെള്ളമുണ്ട്. ഏതായാലും കുട്ടിയെ രക്ഷിച്ച സന്ധ്യയുടെ വീടാണ് ഈ കാണുന്നത്. ഒരു വലിയ സംഭവമായി ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. മോനെന്താ ചെയ്തേ? വന്ന് നോക്കിയപ്പോ ഒച്ച വിളിച്ച് അപ്പൊ സന്ധ്യമ്മ കേട്ട് ആ പടി എടുത്ത് ഇവിടെ എത്തിച്ചു. അപ്പനെ കഴിഞ്ഞു. ആണോ? അപ്പളേ കഴിഞ്ഞല്ലേ പരിപാടി? വെള്ളം കുടിച്ചായിരുന്നോ? ആ മാമന് വേറൊരു മാമന് അൽപ്പാറ ആശുപത്രി കൊണ്ടുപോയി. ആണോ? ഭഗത്ത് കിണറ്റിൽ വീണപ്പോൾ രക്ഷിച്ച സന്ധ്യ അല്ലേ? സന്ധ്യ ഇത് എങ്ങനെ മനസ്സിലാക്കി? എങ്ങനെയായിരുന്നു? ഞാൻ അടുക്കള നിൽക്കുമായിരുന്നു. അന്നേരം മൂത്ത കുട്ടിയുടെ കരച്ചിൽ കേട്ടോണ്ട് ഞാൻ ഇറങ്ങി വന്നത്. എന്താ കരയുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഭഗത്ത് കിണറ്റിൽ വീണു. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോ കിണറ്റിലുണ്ടാവും. അപ്പൊ എങ്ങനെ ചാടി ഇറങ്ങിയോ അന്നേരം? അന്നേരം ഞാൻ അപ്പൊ എങ്ങനെ ആ ഒരു ധൈര്യം എങ്ങനെ ഉണ്ടായി? അന്നേരം നമുക്കൊരു പെട്ടെന്ന് സ്ത്രീകളൊക്കെ അങ്ങനെ കിണറ്റിലോട്ട് ചാടുക എന്നൊക്കെ പറയുമ്പോ ഒരു അന്നേരം എനിക്കൊരു ധൈര്യം തോന്നി. ഞാൻ ഇറങ്ങി. വേറെ ആരെങ്കിലും ആൾക്കാർ വന്നോ അന്നേരത്തെ? ആരും വന്നില്ല, ഒറ്റയ്ക്ക് തന്നെ എടുത്തു. ഭഗത്തിന്റെ ചിറ്റപ്പൻ അല്ലേ? പ്രമീഷ് നിവു, ഇവർ രണ്ടുപേരും ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരാണ്. ഇവരാണ് അന്നേരം പെട്ടെന്ന് വന്ന് ഭഗത്തിനെ കൊണ്ടുപോയതും രക്ഷിച്ചതൊക്കെ. ഞങ്ങൾ ചിങ്ങോലി പഞ്ചായത്ത് ഓഫീസിൽ ഒരു കമ്മിറ്റി കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഈ കോള് വരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ കാറിൽ ഇവിടെ ഓടിയെത്തുകയും കുഞ്ഞ് കട്ടി വീണെന്ന് കേട്ടപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു പോയെങ്കിലും അന്നേരം തന്നെ കാറിൽ ഓടി ഇവിടെ എത്തുകയും അന്നേരം തന്നെ കുട്ടിയെ ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിമിഷം നേരം കൂടി അവിടെ എത്തിക്കുകയും ചെയ്തു. ഉറക്കാട്ടത്തിയപ്പോൾ കുഞ്ഞൊരു ചെറിയ അസ്വസ്ഥതയൊക്കെ കാണിച്ചെങ്കിലും എത്രയും പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തുകയും അവിടെ ചെന്ന് ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നോക്കി കുഞ്ഞിൻ്റെ വലിയ മറ്റ് ക്രിട്ടിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയും ഒരു ദിവസത്തെ അവിടുത്തെ കിടത്തുകയും വൈകിട്ട് രാത്രി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഒരു കാര്യം വ്യക്തമാണ്. ഇതുപോലെയുള്ള കിണറുകൾ നമ്മുടെ നാട്ടിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന് 1 അടി ഹൈറ്റേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീട്ടുകാരുടെ ഭാഗത്തൊരു തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് മാറ്റേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഹൈറ്റ് കൂടിയോണ്ടാണ് ഓടി താന്നു പോയതെന്നാണ് പറയുന്നത്. പക്ഷേ
ഇങ്ങനെയുള്ള വൻ അപകടങ്ങൾ ഒഴിവാകുന്നതിന് നാളെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.